നമസ്കാരം. ഏബിളിൻ്റെ ചാനലിലേക്ക് ഒരു വട്ടം കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ള മാനിഫെസ്റ്റോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ മാനിഫെസ്റ്റോയിൽ ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ, നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള വാഗ്ദാനങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ കാര്യം ടാക്സ് നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നികുതി നിയമം എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്. ഇൻകം ടാക്സ് നിയമത്തിൽ സമൂലമായ മാറ്റമാണ് മാനിഫെസ്റ്റോയിൽ പറയുന്നത്. ഇപ്പം നിലവിൽ ഇൻകം ടാക്സ് നയമാണുള്ളത്. അത് റീപ്ലേസ് ചെയ്ത് അത് മാറ്റി ഡയറക്റ്റ് ടാക്സ് കോഡ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം, ഇൻകം ടാക്സിന് വേണ്ടി പുതിയ ഒരു നിയമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ GSTയിലും സമൂലമായ മാറ്റമാണ് അവർ പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള നിയമം മാറ്റി എഴുതി അതിൽ ഫണ്ടമെൻ്റലി പല ചേഞ്ചുകളും പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് വരുന്നത് സിംഗിൾ റേറ്റ്. ഇപ്പം നിലവിൽ പല റേറ്റ് ഓഫ് ടാക്സ് ഉണ്ട്, പക്ഷെ അതിന് പകരം അധികം കൂടാതെയുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ റേറ്റ് ആണ് GSTയിൽ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു പ്രകടനപത്രികയിൽ പറയുന്നത്. അതുപോലെ തന്നെ GST കൗൺസിൽ, GSTയുടെ മെയിൻ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് GST കൗൺസിൽ. അതിൽ ആ GST കൗൺസിലിൻ്റെ റീഡിസൈൻ ചെയ്യും, അത് അഴിച്ചുപണിയും. അതിലും കൂടുതൽ അധികാരം കൗൺസിലിൽ വരത്തക്ക രീതിയിൽ ഒരു ഫൈനൽ അതോറിറ്റി, GST റിലേറ്റഡ് കാര്യങ്ങളിൽ ഫൈനൽ അതോറിറ്റി GST കൗൺസിലാകത്തക്ക രീതിയിൽ അത് ഡിസൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ GST കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും കൂടി കൊടുക്കും എന്നാണ് മറ്റൊരു കാര്യം പറയുന്നത്. ഇപ്പം നിലവിൽ GST കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമാണ് ഷെയർ ചെയ്യുന്നത്. അതിൽ നിന്ന് വിട്ട് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കൂടെ ഒരു ഭാഗം കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് നികുതി രംഗത്ത് ഒരു സമൂലമായ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നികുതി ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. നികുതി ഭാരം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ചെറുകിടക്കാർക്ക്, ഇൻഡിവിജ്വൽസ്, ചെറുകിട ബിസിനസ് ചെയ്യുന്നവർ, പ്രൊപ്പറേറ്റേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, അങ്ങനെ MSMEകൾ, ഇവർക്കൊക്കെ നികുതി കുറയ്ക്കുക, നികുതി ഭാരം ഇവരുടെ മേത്തുള്ളത് പരമാവധി കുറയ്ക്കുക എന്നുള്ളൊരു സജഷനാണ് വരുന്നത്. അതുപോലെ തന്നെ സാലറിഡ് എംപ്ലോയീസിന് അവർക്ക് നികുതി നിരക്ക് ഒരു പരിധി വിട്ട് കൂടാതെ നോക്കുക, അവർക്കും റിലീഫ് കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു മാറ്റം ഇവർ പ്രപ്പോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സർചാർജ് ആൻഡ് സെസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം നിലവിൽ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് പലതരം സെസ്സുകളും സർചാർജുകളും എക്സ്ട്രാ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കളക്ട് ചെയ്യുന്നത് സംസ്ഥാനങ്ങളുമായിട്ട് നേരിട്ട് ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനം ഇപ്പം നിലവിലുള്ളത്. അതിലൊരു മാറ്റമാണ് ഇവർ പറയുന്നത്. അതിലിവർ സജസ്റ്റ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റുകൾക്ക് റവന്യൂ ഒരു ഭാഗം കിട്ടാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന സർചാർജ് ആൻഡ് സെസ്സിന് ഒരു പരിധി വയ്ക്കുക. 5% ഗ്രോസ് ടാക്സ് റവന്യൂ, മൊത്തം ടാക്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ 5%നേക്കാൾ കൂടുതൽ കേന്ദ്ര ഗവൺമെൻറ്റുകൾ സർചാർജ് ആൻഡ് സെസ് പിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുവഴി സംസ്ഥാനങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി, കാരണം സെൻട്രൽ കൂടുതൽ ടാക്സ് പിരിച്ചെടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ പല ട്രൈബ്യൂണലുകളുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ ആണെങ്കിൽ ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്, GSTയുടെ ആണെങ്കിൽ GST അപ്പീലേറ്റ് ട്രൈബ്യൂണൽ വരാൻ പോകുന്നേ ഉള്ളൂ, ഇറ്റ് ഈസ് ഇൻ ദ മേക്കിംഗ്. അതുപോലെ തന്നെ കസ്റ്റംസ് ട്രൈബ്യൂണലുണ്ട്. അപ്പോൾ പല ട്രൈബ്യൂണലുകളുണ്ട്. ഈ ട്രൈബ്യൂണലുകളെ ഓട്ടോണമസ് ജുഡീഷ്യൽ ബോഡികളാക്കി മാറ്റുക.
വിത്തൗട്ട് എനി ഇൻ്റർവെൻഷൻ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുടെ കൈകടത്തിലില്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ജുഡീഷ്യൽ ഓട്ടോണമസ് ബോഡിയായി ഈ ട്രൈബ്യൂണലുകളെ മാറ്റുക എന്നുള്ളതാണ് നാലാമത്തെ സജഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഏകദേശം ഒരു 48 പേജുണ്ട്. അതിൽ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കിത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നന്ദി.